ഞങ്ങളുടെ ഋതുട്ടൻ്റെ ലൈഫിലൊരു ചേഞ്ച് വരാൻ പോവാണ് കേട്ടോ. അവളൊന്ന് എൻഗേജ്ഡ് ആക്കാൻ പോവാണ്, വേറെ ഒന്നുമില്ല, അംഗൻവാടിയിൽ കൊണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഇതാണ് നിനക്ക് വേണ്ടത്? ദൈവമേ, ചാളപുസ്തകം. സമയമില്ല. വേഗം കിട്ടിട്ടുണ്ട് ഗൈസ്. അങ്കമാടിക്ക് പോവാണ് ഗൈസ് അല്ലേ? ഋതു കുറേ ദിവസമായിട്ട് എന്നോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ, അമ്മ എനിക്ക് സ്കൂളിൽ പോകണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ശരിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്താണെങ്കിൽ അവൾ ആകെ കൂടി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എന്നെ സ്കൂളിൽ കൊണ്ടാക്കുന്നതും പഠിപ്പിക്കുന്നതും എല്ലാം അമ്മ ചെയ്താൽ മതി എന്നായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ വർക്കിംഗ് ആയതുകൊണ്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റാത്തതിൽ നല്ല വിഷമമുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇത്തിരി സമയം കിട്ടിയപ്പോൾ ഒരു ഗ്യാപ്പിന് ഞാൻ അവളെ ഇന്ന് കൊണ്ടുപോയി ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഋതുവിൻ്റെ പാപ്പൻ ഋതുവിനെ 2 ദിവസം മുന്നേ കൊണ്ടാക്കാൻ പോയതായിരുന്നു കേട്ടോ. പക്ഷേ ഋതു ഈ മുന്നേ പറഞ്ഞത് എൻ്റെ മനസ്സിൽ നല്ലോണം കിടക്കണ്ടായിരുന്നു. എനിക്ക് നല്ല വിഷമം, ഞാൻ പെട്ടെന്ന് സെൻഡ് ആയി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, വേണ്ടടാ തിരിച്ചു കൊണ്ടുപോരാ, ഞാനൊരു ദിവസം കൊണ്ടാക്കി കൊടുത്തോളാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ തിരിച്ചു കൊണ്ടാക്കി. എന്നിട്ട് സെക്കൻഡ് ഡേ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ വീണ്ടും കൊണ്ടുപോകണത്. പക്ഷേ ആദ്യം കുറച്ചൊന്ന് കിണങ്ങുകയൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങൾ അംഗൻവാടിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറുതായിട്ട് ചുമയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കൊണ്ടാക്കി കഴിഞ്ഞാൽ അവർ തിരിച്ച് വിടുമോ എന്നുള്ള ഒരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല. കരയാണെങ്കിൽ ഉച്ചയ്ക്ക് കൊണ്ടാക്കാമെന്നാണ് ഋതുവിൻ്റെ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഋതുവിനെ അവിടെ കൊണ്ടാക്കി. പക്ഷേ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു കേട്ടോ. കാര്യം ഞാൻ വർക്കിങ്ങൊക്കെയാണ്, രാവിലെ അവളെ ഇട്ട് പോകുമ്പോൾ എന്തെങ്കിലും കൂടി നമുക്കെപ്പോഴും അത് 3 വയസ്സായി അവളെ അംഗൻവാടിയിലാക്കാനായി എന്നുള്ളത് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. കൊണ്ടാക്കിയിട്ട് പോരുമ്പോഴേക്കും എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഋതുവിൻ്റെ അടുത്ത് ഇത് കാണിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഋതു പിള്ളേരെ കണ്ടപ്പോൾ ഒന്നുകൂടെ എൻഗേജ്ഡ് ആയിട്ടുണ്ടായിരുന്നു. കളി സാധനങ്ങൾ എവിടെ ടീച്ചർ എന്നൊക്കെ ചോദിച്ചിട്ട് അവൾ സെറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾ ഹാപ്പി ആണല്ലോ എന്ന് ആലോചിച്ചിട്ടുണ്ട് ഞാൻ ഒന്ന് കൂളായത്. പക്ഷെ എനിക്ക് നല്ല വിഷമം ഇപ്പോഴും ഉണ്ട് കേട്ടോ. എന്താ സ്കൂളിലെ വിശേഷം? ടീച്ചർ എന്താ പറഞ്ഞേ? ഒന്നും കഴിക്കണ്ട പറഞ്ഞോ? പിന്നെ പാല് തന്നോ കുട്ടിക്ക്? എന്താണ് മാത്രം ഇടാത്ത പാല് നമ്മുടെ കുടിച്ചു തന്നേ? എന്നിട്ടോ കുടിച്ചില്ലേ? മധുരല്ല അല്ലേ? പിന്നെന്താ തന്നെ? അയ്യോ, മാമു തന്നില്ലേ ഉച്ചക്ക്? എന്ത് കൂട്ടിട്ടാ മാമു തന്നെ? എന്ത് കൂട്ടാനാ? ഉറങ്ങിയോ അവിടെ? കളിച്ചോ? കൂട്ടുകാരെ കിട്ടിയോ? ഇതൊക്കെയാണ് ഋതുവിൻ്റെ ഫസ്റ്റ് ഡേയിലെ വിശേഷം. പിന്നെ ചുമയുള്ളതുകൊണ്ട് നെബ് കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ, അടുത്ത വീട്ടിൽ വീണ്ടും കാണാം. ടാറ്റാ.